രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ സന്ദർശിച്ചത് വ്യക്തിപരമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുമ്പോഴും UDF ക്യാമ്പിൽ എത്രമാത്രം കൂടിയാലോചന നടക്കുന്നു എന്നത് സംബന്ധിച്ച് പലവിധ ചോദ്യങ്ങൾ ഉയരുകയാണ്. മുതിർന്ന നേതാക്കളുടെ ഈഗോ ക്ലാഷിൽ യുവനിരയ്ക്ക് കടുത്ത നിരാശയും അതൃപ്തിയുമുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. രാഹുലിന്റെ കൂടിക്കാഴ്ചയെ ഏറ്റവും നിശിതമായി വിമർശിച്ചത് VD സതീശനാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന് തന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നില്ല രാഹുലിന്റെ മറുപടി. മറിച്ച് നേതൃത്വത്തിന് അതിനുള്ള അവകാശമുണ്ട് എന്നായിരുന്നു. K. സുധാകരനോട് പോലും ചോദിക്കാതെയാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന ആക്ഷേപവുമായി പിന്നാലെ PV അൻവറും രംഗത്തെത്തി. വടകരയിൽ ഷാഫി പറമ്പിലിന്റെയും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വിജയം കോൺഗ്രസിലെ യുവനിരയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത വെല്ലുവിളി നേരിട്ട കൊല്ലം ജില്ലയിൽ PC വിഷ്ണുനാഥും CR മഹേഷും ജയിച്ചു കയറുകയും ചെയ്തിരുന്നു. ഇതിൽ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലായാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത്. ഇവിടെ ജയിച്ചു കയറുക എന്നത് അത്ര തന്നെ പ്രധാനപ്പെട്ട കാര്യവും. യുവ നേതാക്കൾ ഇത് തിരിച്ചറിയുന്നു. മുതിർന്ന നേതാക്കളും ഇക്കാര്യത്തിൽ ബോധവാന്മാരാണെങ്കിലും തമ്മിലടി നിരാശപ്പെടുത്തുന്നതെന്നാണ് യുവ നേതൃനിരയുടെ വികാരം. പിണറായിസത്തിന്റെ ഇരയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല അൻവറിനെ കണ്ടതെന്നാണ് സൂചന. യുവ നേതൃനിരയുടെ പിന്തുണ കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണ് ചുമതലപ്പെടുന്നത്. അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. പ്രതിപക്ഷ നേതാവിന് തന്നെ ശാസിക്കാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നില്ല രാഹുലിന്റെ മറുപടി. നേതൃത്വം എന്ന വിശാലാർത്ഥത്തിലാണ് രാഹുൽ പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വം എന്നോട് പറയുകയാണ് എന്റെ ഒരു പ്രവൃത്തി തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ശക്തമായ വിമർശനം രാഹുലിനെതിരെ ഉന്നയിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അൻവറിനെ ഒപ്പം നിർത്തണമെന്ന വികാരമാണ് ഒരു വിഭാഗം നേതാക്കളുടെ സമീപനത്തിന് കാരണവും. അതൊരു അച്ചടക്ക നടപടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അച്ചടക്കവുമല്ല, അച്ചടക്കത്തേക്കാൾ കൂടുതൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ തിണ്ണബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ സ്വകാര്യ സന്ദർശനം. അതാണ് അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. ഞങ്ങൾ അർദ്ധരാത്രിയിലൊന്നും പോയി ആരെയും കാണാനും എടുക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പോ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ പലർക്കും ഉണ്ടാകും. അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും പിന്മാറുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഒരു വിഭാഗം UDF നേതാക്കൾ വച്ചു പുലർത്തുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ VD സതീശനും. VV വിനോദ്, News 18, തിരുവനന്തപുരം.